രവിയേട്ടാ, ദൈവദോഷം പറയരുത്. ബാങ്കിൽ അച്ഛന്റെ കൗണ്ടറിൽ നിന്ന് ആരോ കണക്ക് തെറ്റിച്ചെഴുതി 4 ലക്ഷം കാണാതാക്കി. അച്ഛൻ മോഷിച്ചെങ്കിൽ ആ പണം എവിടെ? ആ പണം ഉണ്ടായിരുന്ന അച്ഛൻ സ്വന്തം വീട് വെക്കാൻ തയ്യാറാവോ? അതൊക്കെ തന്നെ അച്ഛന്റെ അടവാ. പണം മോഷ്ടിച്ചിട്ടില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള അടവ്. രവിയേട്ട ഇത്ര ദുഷ്ടനാണോ? ഞാൻ ദുഷ്ടനായതുകൊണ്ടാണ് നിന്റെ പെങ്ങളെ ഞാൻ ഇപ്പോഴും പോറ്റുന്നത്. പാടം തരാം, പറമ്പ് തരാം, പൊന്ന് തരാം എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട്. അതൊന്നും ചുമ്മാ പറഞ്ഞതായിരുന്നില്ല. ഇങ്ങനെ ഒരു കേസ് ഇടുത്തി പോലെ തലേ വന്ന് വീഴുന്ന ആരെങ്കിലും വിചാരിച്ചോ? നീ കൂടുതൽ സംസാരിക്കണ്ട. വീട് തൽക്കാലം അങ്ങനെ വിൽക്കണ്ട. ഇവിടെ ഒപ്പിടുന്ന പ്രശ്നവുമില്ല. പണം കൊടുത്തില്ലെങ്കിൽ അച്ഛന് ജയിലിൽ കിടക്കേണ്ടി വരും. കിടക്കട്ടെ. ജയിലിൽ ഇപ്പം നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്. ഫാൻ, TV, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ അല്ലാതെ എന്ത് പറഞ്ഞാലും ഇത് ഒപ്പിട്ട് വാങ്ങിക്കാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. നാട്ടിൽ നിന്ന് വന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന എത്രയോ പേര് ഈ സിറ്റിയിലുണ്ട്. വേണമെങ്കിൽ നിനക്ക് തണ്ടാൻ അടുക്കളയിൽ നിന്ന് ഒരു ചട്ടിയോ ചിരട്ടയോ ഞാൻ എടുത്തു തരാം. അങ്ങനെയാണ് വിധിയെങ്കിൽ ചട്ടി ചട്ടൊക്കെ എനിക്ക് വെളിയിലും കിട്ടും. എന്നാ ചെല്ല്, നേരം കളയാതെ ചെന്ന് തെണ്ട്. രവിയേട്ടാ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. ആജ്ഞയാണോ? ജന്മം ഉണ്ടെങ്കിൽ നീയും കൂടി ഇറങ്ങി ചെല്ലടി. വേണ്ട മിനി, നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. തെണ്ടിയിട്ടായാലും മോഷ്ടിച്ചിട്ടായാലും അച്ഛനെ രക്ഷിക്കാനുള്ള വഴി കാണാതെ ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോവില്ല. പക്ഷെ ഒന്ന് ഞാൻ തീർത്ത് പറഞ്ഞേക്കാം, ഇനി തന്റെ ഔദാര്യത്തിന് വേണ്ടി ഞാൻ ഈ പടി ചവിട്ടില്ല. നീ പോയി കാപ്പി എടുക്കടി.